ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ്. ജിതിനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാം. പുതിയ അയൽവക്കം ലാൻഡ് ചെയ്യാണല്ലോ. നിന്നെ കൂട്ടാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ട്. വന്ന അന്ന് മുതൽ വിചാരിക്കുന്ന എല്ലാരെയും വിളിച്ചൊരു ട്രീറ്റ് തരണം. ഇന്നാണ് കറക്റ്റ് ആയിട്ട് ഒരു അവസരം കിട്ടിയത്. പള്ളിക്കൊന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്തോ മരപ്പെട്ടി ഉടുമ്പോ, ഇനി അത് വല്ലതും ആയിരിക്കോ? തോമസ് ഏട്ടാ വലിവിന് ഉടുമ്പറച്ചി ബസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഉടുമ്പടിച്ച് ഇവിടെ എവിടെ കേട്ടാനാ ഓട്ടിന്റെ മുകളിൽ കൂടെ ഒരു ഉടുമ്പ് പോകും. മാനുവൽ എന്റെ സ്റ്റുഡന്റാ. അവന്റെ പൊട്ടൻഷ്യൽ ഞാൻ അന്നേ തിരിച്ചറിഞ്ഞതാ. ഞാൻ പഠിപ്പിച്ചോണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ. ആ ചിരിയിൽ തന്നെ ഒരു കുട്ടിത്തോണ്ട്. സൂപ്പർ ചിരിയാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നിനക്കിപ്പോഴും ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ലല്ലോ. ഡയറക്റ്റഡ് ബൈ MC. സൂക്ഷ്മദർശിനി. ഈ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ ആണ്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ബേസിലും നസ്രിയാണ്. നസ്രിയും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണിത്. നസ്രിയ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമയിലോട്ട് ഇങ്ങോട്ട് വരുന്നത്. ബേസിലിൻ്റെ തന്നെ 3-4 നല്ല ചിത്രങ്ങൾ നമ്മളിപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഇറങ്ങിയത് കണ്ടിരുന്നു. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജിതിൻ MC ആണ്. പിന്നെ അറിയാമല്ലോ, നമ്മൾ നേരത്തെ നസ്രിയുടെ 1-2 പടങ്ങൾ, നല്ല പടങ്ങൾ നമ്മൾ മനസ്സിലേറ്റിയ പടങ്ങൾ, അതായത് ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ, അത് ഒത്തിരിയും കാലം ഓടിയ പടം തന്നെയാണ് ബാംഗ്ലൂർ ഡേയ്സ്. അതുകൂടാതെ ഓം ശാന്തി ഓശാനയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. അതുപോലെ തന്നെ ബേസിലിൻ്റെ പടങ്ങൾ എന്നൊക്കെ പറയുന്നത് പിന്നെ മിന്നൽ മുരളി ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ അഭിനയത്തിലോട്ട് വന്നപ്പം ഗുരുവായൂർ അമ്പലം നല്ലതൊക്കെ നമ്മൾ ശരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ ആ സിനിമയൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. വാഴ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിരുന്നു. വാഴ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പോലീസുകാരൻ്റെ വേഷത്തിൽ ബേസിൽ നല്ലൊരു വേഷം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ARM എന്ന് പറയുന്ന സിനിമയിൽ ഒരു കള്ളൻ്റെ വേഷവും നന്നായിട്ട് ബേസിൽ ചെയ്തു. ബേസിൽ ഇപ്പം നല്ലൊരു കൂട്ടുകെട്ടുമായിട്ട് വന്നിരിക്കുകയാണ്, ബേസിൽ നസ്രിയെ കൂട്ടുകെട്ട്. അപ്പം ഈ സിനിമയുടെ ട്രെയിലർ എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നസ്രിയയുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കാൻ വരുന്ന ഒരാളാണ് ബേസിൽ, അതായത് ഒരു അയൽവാസിയായിട്ട്. അപ്പം അയൽവാസിയിലുള്ള കുറേ കാര്യങ്ങൾ, കുറേ സ്വഭാവവിശേഷങ്ങൾ, അല്ലെങ്കിൽ ഒരു കഥ തന്നെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നസ്രിയ ഇങ്ങനെ ജനലിൽ കൂടെയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അയാളെ വാച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം അതിന് ഏറ്റവും യോജിച്ച ഒരു പേര് തന്നെയാണ് അവരിട്ടേക്കുന്നത്, സൂക്ഷ്മദർശിനി. നവംബർ 22-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്ററിൽ റിലീസാവുന്നത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഈ സിനിമയ്ക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.